ഗൈസ് 73 വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതിര വെച്ചിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോകും. അതിനു വേണ്ടി ആവശ്യമായ നമുക്ക് വെളുത്തുള്ളി ഉണ്ട്, ഉണക്കമുളകുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി തേങ്ങയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം എല്ലാം. അപ്പോൾ ഗൈസ് നമ്മൾ ചീഞ്ചട്ടി വെച്ച് പിന്നെ ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കണം. മുതിര വറുത്തെടുത്തിട്ട് കുറച്ച് കറുപ്പ് നിറമാകുമ്പോൾ നമുക്ക് ഇതൊക്കെ കേട്ടോ. വറുത്തിട്ട് കാണാവേ. അപ്പോൾ ഗൈസ് നമ്മൾ മുതിര വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുളക് വറുത്തെടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ, വെളുത്തുള്ളി ആയിട്ടുണ്ട്. അപ്പോൾ കേസ് നമുക്ക് മുതിര റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഉണക്കമുളക്, പിന്നെ വെളുത്തുള്ളി, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം അരച്ചെടുക്കണം. അല്ലേ, ആദ്യം നമ്മൾ പിന്നെ മുതിര ഇടുകയാണ്. നമ്മൾ മുളക് ഇടുക കേട്ടോ, ഉണക്കമുളക് ഇടുക, വെളുത്തുള്ളി, ഇനി തേങ്ങ കേട്ടോ. ഓക്കെ, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നല്ലോണം പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം. നമുക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് പുളി ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മുതിര ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടത്തിൽ തിന്നിട്ട് ചോറെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുതിര ചമ്മന്തി എടുക്കാം കേട്ടോ. മുതിര ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടക്കറി അതിൻ്റെ കൂടത്തിൽ. നമുക്ക് മുതിര ചമ്മന്തി ഇങ്ങനെയാണ് മുതിര ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. ഇനിയൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്ത് സപ്പോർട്ടിൻ്റെയാണ്.